വാക്കുകൾക്ക് സൗന്ദര്യം മാത്രമല്ല ആത്മാവും പ്രതിഷേധവും നൽകിയ ഒരു കവി. സമൂഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ മലയാളത്തെ പഠിപ്പിച്ച വ്യക്തിത്വമാണ് കുമാരനാശാന്റേത്. മനുഷ്യന്റെ വേദനയും സ്വപ്നങ്ങളും ഒരേ വരിയിൽ ചേർത്ത ആ കവിയുടെ ചിന്തകൾ കാലം കഴിഞ്ഞിട്ടും നമ്മെ ചോദ്യം ചെയ്യുകയാണ്. വാക്കുകൾക്ക് വെളിച്ചമായും കവിതയ്ക്ക് ദിശയായും മാറിയ ആ മഹാപ്രതിഭയ്ക്ക് ഇന്ന് ഓർമ്മകൾ അർപ്പിക്കുകയാണ് മലയാളം. മലയാള ഭാഷ ഒരിക്കൽ കൂടി മൗനത്തിലേക്ക് നീങ്ങുന്ന ദിനമാണിന്ന്. വാക്കുകൾക്ക് ആത്മാവ് നൽകിയ മഹാകവി കുമാരനാശാൻ കാലത്തിന്റെ പുഴവഴികളിലൂടെ നമ്മെ വിട്ടുപോയ ദിനം. 1871 ഏപ്രിൽ 12 തിരുവനന്തപുരം ചിറയൻകീഴിൽ ജനിച്ച ആശാൻ വെറുമൊരു കവി മാത്രമായിരുന്നില്ല. അദ്ദേഹം ഒരു കാലഘട്ടത്തിന്റെ വേദനയും പ്രതീക്ഷയും ഒരുപോലെ എഴുതിയ മനുഷ്യനായിരുന്നു. സംസ്കൃതവും പാലിയും ഭാരതീയ ദർശനങ്ങളും ഉൾക്കൊണ്ട കുമാരനാശാൻ കവിതയെ അലങ്കാരമായല്ല, ആയുധമാക്കി മാറ്റി. ജാതിയുടെയും അന്ധവിശ്വാസങ്ങളുടെയും കെട്ടുകൾ മനുഷ്യനെ ശ്വാസം മുട്ടിച്ചിരുന്ന കാലത്ത് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ കവിതയിലൂടെ സമൂഹത്തിലേക്ക് പകരുകയായിരുന്നു കുമാരനാശാൻ. വീണപൂവ് പോലെ വീണാലും സൗന്ദര്യം നഷ്ടപ്പെടാത്ത ജീവിതത്തെക്കുറിച്ച് ആശാൻ എഴുതി. ചണ്ടാല ഭിക്ഷുകിയിലൂടെ ജാതിയുടെ ക്രൂരതയെ തുറന്നുകാട്ടി. ദുരവസ്ഥയിലൂടെ ഒരു സമൂഹത്തിന്റെ ശ്വാസം മുട്ടൽ കവിതയാക്കി. ചിന്താവിഷ്ടയായ സീതയിൽ സ്ത്രീയുടെ ആത്മസംഘർഷങ്ങൾക്ക് ഭാഷ നൽകി. കരുണയിൽ മനുഷ്യസ്നേഹത്തെ ദാർശനിക ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇതെല്ലാം ചേർന്നാണ് കുമാരനാശാൻ മലയാള സാഹിത്യത്തിൽ ഒരു യുഗമായി മാറിയത്. മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണമെന്ന ഗുരുവിന്റെ സന്ദേശം ആശാന്റെ വരികളിൽ തീക്ഷ്ണമായ ചോദ്യങ്ങൾ ഉയർത്തി. അവ അസമത്വത്തിന് നേരെ ഇടിമുഴക്കങ്ങൾ തീർത്തു. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ കവിതകൾ സൗന്ദര്യത്തോടൊപ്പം പ്രതിഷേധവും വഹിച്ചു. 1924 ജനുവരി 16 പല്ലനയാറ്റിന്റെ ആഴങ്ങളിൽ ഒരു ബോട്ട് അപകടത്തിലൂടെ തന്റെ 51-ാം വയസ്സിൽ ആശാൻ മലയാളത്തോട് വിട പറഞ്ഞു. എന്നാൽ കവിതയുടെ ലോകത്ത് അദ്ദേഹം ഇന്നും ജീവിക്കുന്നു. മനുഷ്യസ്നേഹവും സാമൂഹ്യനീതിയും മുന്നോട്ട് വെച്ച ആ വാക്കുകൾ ഇന്നും നമ്മെ ചിന്തിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. കുമാരനാശാൻ ഒരോർമ്മ മാത്രമല്ല, അദ്ദേഹം ഒരു മുന്നറിയിപ്പാണ്, ഒരു വഴികാട്ടിയാണ്. മലയാളത്തിന്റെ മഹാകവിക്ക് വാക്കുകളാലല്ല, ചിന്തയാൽ നമുക്ക് ഓർമ്മകൾ അർപ്പിക്കാം. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.